ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാളമീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയെടുത്തിട്ടുള്ളതാണിത്. അപ്പം നല്ല ഫ്രഷ് വാളമീനാണ്. നമുക്കപ്പം ഇത് കറി വയ്ക്കാം. അപ്പം നമ്മൾ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 5-8 ചെറിയ ഉള്ളി ചതച്ചത്, 3-4 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത്, ഒരു ലേശം കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്. നമുക്കിതിലേക്ക് പൊടികൾ എടുക്കാം. ആദ്യം നമ്മളൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മളൊരു ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മളൊരു 2 ടീസ്പൂണ് നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതിന് എരിവുണ്ടാവില്ല, കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിറച്ചൊരു ടീസ്പൂണ് നിറച്ചാണ് എടുക്കണേ. മല്ലിപ്പൊടി, ഒരു 2 നുള്ള് ഉലുവാപ്പൊടി കേട്ടോ. ഇത് നമ്മൾ ഒന്നിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ പൊടികളും നമ്മളെടുത്തു. 1 ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നിറച്ച്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉലുവ. ആ മസാലയാണ് കേട്ടോ ഇത്. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഈ മുളകിട്ട കറിയും മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ച പൊടികളാണ്. പൊടികളുടെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് ഒഴിച്ചില്ല, ഒരു 3/4 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ.
എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, പുളിവെള്ളം. ഇത് കുടംപുളിയാണ്, കുടംപുളി വെള്ളത്തിലിട്ടത്. അത് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മീനിലേക്കുള്ള ഉപ്പും കൂടി ഇടട്ടോ. ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമുക്ക് ഈ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മീനുള്ള കാരണമാണ് അത്. നമുക്ക് 1 കിലോ 1.5 കിലോനോളം മീനുണ്ട്. അപ്പൊ അത് കാരണമാണ് ഫുള്ള് വെള്ളം ഒഴിച്ചത്. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനൊന്ന് വേവുമ്പോ ഇത് ഒന്ന് ഒതുങ്ങി വരും. പിന്നെ അത് ഇത്തിരി ചാറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ തള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ കറി നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഒന്ന് സിമ്മിലിട്ടിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ഇത്തിരി ചാറോട് കൂടിയാണ് എടുക്കണത് ചോറിന് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത്ര ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കുക കേട്ടോ. കറി ഇങ്ങനെ വറ്റിച്ചാൽ മതി. അപ്പൊ നമ്മുടെ അടിപൊളി വാളമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ ഇരുന്ന് ഒന്ന് കുറുകും. ഇതാണ് നമ്മുടെ വാളമീൻ കറി. നമുക്ക് ഒന്ന് ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ്. നല്ല കറിയായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ആക്കാം. അടച്ചു വെക്കാം കേട്ടോ. ഇത് കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി. കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ.